You are alone? No, Riaz, Mansoor, Nihar. Good. Mansoor came? Yes. MashaAllah, MashaAllah. നാട്ടിൽ നിന്ന് തിരിച്ചെത്തി എന്നെ കാത്തിരുന്നത് ഞങ്ങളുടെ അർബാബിന്റെ വീട്ടിലെ നോമ്പുതുറയായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം ഞങ്ങൾ ഇഫ്താറിന് ഇങ്ങനെ ക്ഷണിക്കാറുണ്ട്. ഇതുപോലെ സ്നേഹവും മനസ്സിൽ നന്മയുള്ള ഒരു അർബാബിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ. ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. പോവാനൊരുങ്ങി പുറത്തിറങ്ങിയപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും നോമ്പുതുറയ്ക്കുള്ള പൊരിക്കടികൾ വിൽക്കുന്നത് കണ്ട്. ഇടയ്ക്കൊക്കെ ഇവരുടെ ഇഫ്താർ സ്പെഷ്യൽ ഐറ്റംസ് ഞങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഡേറ്റ്സും വാങ്ങി ഞങ്ങൾ നേരെ അർബാബിന്റെ മജ്ലിസിൽ എത്തിയപ്പോഴേക്ക് ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ. അദ്ദേഹം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നോമ്പ് തുറക്കാൻ വെള്ളവും കാരക്കയും തന്നു. കാരക്കയുടെ കുരു എവിടെ കളയാന്നറിയാണ്ട് നിഹാർ കുറെ തപ്പി കളിക്കുണ്ടായിനി. കുറച്ചു നേരം ബിസിനസിനെ കുറിച്ചും പിന്നെ എന്നോട് നാട്ടിലെ വിശേഷങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചു. ശേഷം നിസ്കരിക്കാനും അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ഡൈനിങ്ങിലേക്ക് വരാനും പറഞ്ഞു. ഞങ്ങൾ അവിടെ കാത്തിരുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും കുറച്ചധികം അറേബ്യൻ വിഭവങ്ങളും ആയിരുന്നു. നമ്മളെ ബത്തൊക്കെ ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് പുതിയ ഐറ്റംസ് ആയിരുന്നു. മധുരമുള്ള ഒരു ഉണ്ടയും വഴുതനങ്ങയും മട്ടനും മിക്സ് ചെയ്തൊരു കറിയും അറേബ്യൻ മന്തിയും കുബ്ബൂസും സലാഡും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് താഴെ വന്നപ്പോഴേക്ക് ബുഹൂർ കത്തിച്ച് ഞങ്ങളെ സ്വീകരിച്ച ശേഷം മജ്ലിസിൽ കുറച്ച് വിശ്രമിക്കുകയും കുടിക്കാൻ കാവയും കടുപ്പമുള്ള ഒരു കട്ടനും തന്നു. ഫുഡ് കഴിച്ച ശേഷം കാവ കുടിക്കുന്നത് ദഹനത്തിന് നല്ലതാണെന്ന് അർബാബ് പറഞ്ഞു. എന്തൊരു കെയറിംഗ് ആണല്ലേ ഈ അർബാബിന്. മാഷാ അല്ലാഹ്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ.